മനുഷ്യരെ തമ്മിൽ ഒരുമിപ്പിച്ച് നിർത്തുന്ന ഏറ്റവും വലിയ ഘടകം പണവും ധനവും മാനവും ഒന്നുമല്ല. എന്നാൽ ആ ബന്ധങ്ങളുടെ അടിസ്ഥാനമെന്ന് പറയുന്നത് സ്നേഹമാണ്. അതെ, നിർവ്യാജ സ്നേഹം. ജീവിതം ധന്യവും അർത്ഥപൂർണവുമാകുന്നത് നാം സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടുവാനും കഴിയുന്ന അവസ്ഥയിലാണ്. സ്നേഹശൂന്യമായ ജീവിതം വരണ്ടതും ശുഷ്കിച്ചതുമായിരിക്കും. ചിലരുടെ സ്നേഹം അകമയായിരിക്കും, പുറമേ അത് പ്രകടിപ്പിക്കാറില്ല. എന്നാൽ പുറമേ പ്രകടിപ്പിക്കുന്ന സ്നേഹം അത് സ്നേഹമാണോ എന്നും നാം ചിന്തിക്കേണ്ടതായിട്ടിരിക്കുന്നു. സ്ഥാനവും സമൃദ്ധിയും ഉള്ളപ്പോൾ ധാരാളം സ്നേഹിതർ നമുക്ക് കാണും. അതാണ് ബൈബിളിൽ പറയുന്ന ധൂർത്തപുത്രൻ്റെ കഥ. അവ നഷ്ടമായാൽ അവരെല്ലാവരും നമ്മെ വിട്ടകന്നു പോകും എന്ന് മറക്കരുത്. അതാണ് നമ്മുടെയൊക്കെ പലരുടെയും അനുഭവം. എൻ്റെ ഒരു കഷ്ടതയിൽ ഞാൻ സഹായിച്ചവരാരും എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയില്ല എന്ന് അനേകർ പറയുന്നത് നാം കേട്ടിട്ടുണ്ട്. അത് ഈ ലോക സ്നേഹമാണ്. എന്നാൽ ഒരിക്കലും പിരിയാത്ത സ്നേഹമെന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റേത് മാത്രമാണ്. ദൈവത്തിൻ്റെ സ്നേഹം മാത്രമാണ്. യഥാർത്ഥ സ്നേഹത്തിൻ്റെ ഉറവ വറ്റിക്കൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് മറ്റുള്ളവർക്ക് വേണ്ടി ഒഴുക്കുന്ന ഒരു സ്നേഹനദിയായി നമ്മുടെ ജീവിതം മാറണം. സ്നേഹം വ്യാജമില്ലാത്തതായി തീരട്ടെ. മറ്റുള്ളവരിൽ നിന്നും ഒന്നും കൈവശപ്പെടുത്തുന്നതിന് ആകാതിരിക്കട്ടെ നമ്മുടെ സ്നേഹം. അത് ദൈവസ്നേഹം മാത്രമായിരിക്കണം. സ്നേഹമില്ലാത്ത പ്രവൃത്തികൾ അർത്ഥശൂന്യമാണ്. സ്നേഹം എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. ആ സ്നേഹം മറ്റുള്ളവരുടെ നന്മ കാണുവാൻ, അവരുടെ ഉയർച്ച കാണുവാൻ ആഗ്രഹിക്കുന്നു. ആ സ്നേഹം വെണ്മയായിരിക്കട്ടെ. ദൈവിക സ്നേഹം നിറഞ്ഞു നിൽക്കുന്ന ഉത്തമ സ്നേഹത്തിൻ്റെ ഉടമകളായി നമുക്ക് തീരാം. വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നതും അതുതന്നെയാണ്. ഏത് നാഴികയിലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനമെന്ന് നമുക്കാർക്കും അറിയുകയില്ല. നമ്മുടെ തൊട്ടടുത്തുണ്ട് നമ്മുടെ മൃത്യു. എപ്പോഴാണത് സംഭവിക്കുന്നതെന്ന് മാത്രം മനുഷ്യനറിയില്ല. എത്ര പെട്ടെന്നാണ് ശക്തരായവർ, സൗന്ദര്യമുള്ളവർ, ഉന്നത ജോലിക്കാർ, അതെ, എല്ലാം സമൃദ്ധിയായി ഉണ്ടായിട്ട് പോലും മരണം അവരെ ഇതൊന്നും അനുഭവിപ്പിക്കാതെ ഈ ലോകത്തിൽ നിന്നും മരണത്തിൻ്റെ മറയിലേക്ക് മാറ്റിക്കൊണ്ട് പോയത്. പരസ്പരം ക്ഷമിക്കുകയും സ്നേഹിക്കുകയും ചെയ്തുകൊണ്ട് പ്രിയരെ, നമ്മുടെ യാത്ര നമുക്ക് തുടരാം. ഒരു ചെറിയ പുഞ്ചിരി മതി പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ, അകൽച്ചകളെ മാറ്റുവാൻ. ഹൃദയത്തിൻ്റെ അകത്തു നിന്നുള്ള ആ സ്നേഹത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു ചെറിയ പുഞ്ചിരി നമുക്ക് കൊടുക്കാം. ആ ചിരി മതി ഒരാളിൻ്റെ ഹൃദയത്തെ തണുപ്പിക്കുവാൻ. നമുക്ക് മറ്റുള്ളവരുടെ ഹൃദയത്തെ തണുപ്പിക്കുന്ന ആ സ്നേഹം ജീവിതത്തിൻ്റെ വെണ്മയാക്കിക്കൊണ്ട് മുന്നേറുവാൻ സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.